പാലക്കാട് ചിന്മയ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനോത്സവം തുടങ്ങി. ആചാര്യന്മാരായ ചിന്മയ മിഷൻ തൃശൂർ ആചാര്യൻ സ്വാമി ഗംഭീരാനന്ദ, ചിന്മയ പാലക്കാട് ആചാര്യൻ ആശേഷാനന്ദ, നല്ലേപ്പള്ളി നാരായണാലയം അച്യുതൻ സന്മയാനന്ദ, തത്വാനന്ദ എന്നിവരെ ചിന്മയ മിഷന്റെ നേതൃത്വത്തിൽ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. ഇതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. ധർമ്മവും അർത്ഥവും കാമവും മോട്ടവും നേടിയിടാം എന്നതിൽ ശങ്ക വേണ്ട എന്ന് ശങ്കരാനന്ദ സ്വാമി എനിക്ക് പണ്ട് എഴുതി പറഞ്ഞെന്ന് വരികളെല്ലാം ഓർമ്മിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. രാമകൃഷ്ണ പടത്തിൻ്റെ പ്രധാനമായിട്ട് പ്രസിഡന്റായിരുന്നു അദ്ദേഹം 76 ഡിസംബർ വിവേകാനന്ദ എഴുത്തുള്ളത്. അതൊക്കെ ഓർമ്മയാണ്. എന്തായാലും അതിൻ്റെയൊക്കെ ബലത്തിലാണ് ഞാൻ ഇന്നും ഈ കർമ്മത്തിൽ തന്നെ ഉറച്ച് നിൽക്കുന്നത്. സ്വാമിയുടെ വാക്കുകളെ മുറുകെ പിടിച്ചിട്ട് തന്നെയാണ്. അതുകൊണ്ട് നാമ ജപത്തിന് നേതൃത്വം നൽകുന്നതാണെങ്കിൽ സന്യാസത്തിലാണ് ആര്യപാദങ്ങളുടെ പരമ ശിഷ്യനും ഒക്കെ ആയിട്ടുള്ള ഗുരുവായൂർ നിവാസികൾക്കൊക്കെ അറിയാവുന്ന ആര്യപാദം പോലെ അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വയം സ്വീകരിച്ച ആളാണ് സന്യാസ സരസ്വതി. 22 വരെ ദിവസവും രാവിലെ 6 മുതൽ സമൂഹ കോടിയർച്ചനയുണ്ടാവും. 23-നാണ് പ്രതിഷ്ഠാ ദിനം. രാവിലെ 7-ന് സുദർശന ഹോമം, 9-ന് പഞ്ചവാദ്യത്തോടുകൂടി സഹസ്ര കലശാഭിഷേകം, ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് നിറമാല, കൃഷ്ണനാട്ടം എന്നിവയുണ്ടാവും. 24 മുതൽ 30 വരെ സ്വാമി ചിത്രൂപാനന്ദയുടെ നേതൃത്വത്തിൽ ഗീതാജ്ഞാന യജ്ഞം നടക്കും. 25 മുതൽ 30 വരെ പ്രഭാത പഠന ക്ലാസുമുണ്ടാവും. UTV ന്യൂസ്, പാലക്കാട്.